ബിജെപിക്കെതിരെ പരസ്യ വിമർശനവുമായി തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. മതേതരത്വം ഭരണഘടന രാജ്യത്തിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. ജബൽപൂരിലും മണിപ്പൂരിലും ഇതാണ് സംഭവിക്കുന്നതെന്ന് ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ഒരു കുരിശിന്റെ യാത്ര നടത്താൻ സാധിക്കാത്ത എത്രയോ നഗരങ്ങൾ ഇന്ത്യയിലുണ്ടെന്നും മതവും രാഷ്ട്രീയവും അനാവശ്യ സഖ്യം ചേരുമ്പോൾ അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. മതേതരത്വം എന്നത് ഈ ഭരണഘടന ഈ നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ട് പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന എത്രയോ ആയിരം മനുഷ്യരുടെ കണ്ണുനീരിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നാം ഇന്ന് ഈ ദുഃഖവെള്ളി ആചരിക്കുന്നത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇന്നിപ്പോൾ ദുഃഖവെള്ളി സന്ദേശത്തിലും രാഷ്ട്രീയം കലർന്നു വരികയാണ്. ബിജെപിയെതിരെ അതിരൂക്ഷ വിമർശനമാണ് തലശ്ശേരി ബിഷപ്പ് ഉയർത്തിയത്. എന്താണ് വിശദാംശങ്ങൾ? ജിൽസി, കണ്ണൂർ നഗരത്തിൽ തലശ്ശേരി, കണ്ണൂർ, കോട്ടയം രൂപതകളിലെ സംയുക്ത കുരിശിന്റെ വഴി, വിവിധ പിതാക്കന്മാർ നേതൃത്വം നൽകിയ കുരിശിന്റെ വഴിയിലായിരുന്നു ഈ ജോസഫ് പാംപ്ലാനി പിതാവിന്റെ പരാമർശം. ഈ ജോസഫ് പണ്ടാരശ്ശേരി, ഡെനീസ് കറുപ്പശ്ശേരി, അലക്സ് വടക്കുന്തറ തുടങ്ങിയ മറ്റ് പിതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിനിടയിൽ ആ പരിപാടിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ ബിജെപിക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മതേതരത്വം ഭരണഘടന നൽകുന്ന ഉറപ്പായിട്ടും സ്വന്തം മതത്തിൽ വിശ്വസിച്ചതിന് ആളുകൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. മതവും രാഷ്ട്രീയവും സഖ്യം ചേരുമ്പോൾ നീതിയും സത്യവും ഇല്ലാതാകുന്നു. ജബൽപൂരും മണിപ്പൂരും പരാമർശിച്ചുകൊണ്ടായിരുന്നു ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന. മതേതരത്വം ഒപ്പം ഈ ഇത്തരത്തിൽ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. ജബൽപൂരിലും മണിപ്പൂരിലും ഇതാണ് നടന്നതെന്നാണ് പാംപ്ലാനി പിതാവ് പറയുന്നത്. ഒരു കുരിശിന്റെ യാത്ര നടത്താൻ സാധിക്കാത്ത പല നഗരങ്ങളും ഇന്ത്യയിലുണ്ട്. മതവും രാഷ്ട്രീയവും അനാവശ്യമായ സഖ്യം ചേരുമ്പോഴാണ് ഇത്തരത്തിൽ അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതെന്നായിരുന്നു ജോസഫ് പാംപ്ലാനിയുടെ ബിജെപിക്കെതിരായ പരോക്ഷ വിമർശനം. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.